ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കൺട്രി ചാനൽ ഫോർ ടീച്ചേഴ്സ്. സോ പുതിയ സബ്ജക്റ്റിലേക്ക് കൂടെ നമ്മൾ കിടക്കുകയാണ്. EVSൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ എല്ലാം ജീവന്റെ അടിസ്ഥാനമായിട്ടുള്ള ജലം എന്ന ടോപ്പിക്കാണ്. ജലത്തിന്റെ സ്രോതസ്സുകൾ, അതുപോലെ ജലത്തിന്റെ ഉറവിടം, ജലത്തിന്റെ മറ്റ് സവിശേഷതകൾ, ജലസംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ആദ്യമായിട്ട് ജലവുമായി ബന്ധപ്പെട്ട കുറച്ച് സവിശേഷതകൾ നമുക്ക് നോക്കാം. ഹൈഡ്രോളജി എന്ന് പറയുന്നത് ജലത്തെക്കുറിച്ചിട്ടുള്ള പഠനശാഖക്കാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. അതുപോലെ ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 22-നാണ്. ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലത്തെയാണ് നീല സ്വർണം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഭൂമിയുടെ മറ്റു പേരാണ് എന്ത്, ജലഗ്രഹം, നീലഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത്. ജലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സവിശേഷതകൾ മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇതെല്ലാ ടോപ്പിക്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാവും. ഡേറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പഠനശാഖ, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ ടോപ്പിക്കിലും EVSലെ ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്കിലും നമ്മൾ ആദ്യം അതായിരിക്കും ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഇനി കുറച്ച് ഡീപ്പായിട്ടുള്ള ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ജലത്തിന്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഉണ്ടായിരിക്കില്ല. ധാരാളം ജലസ്രോതസ്സുകളുണ്ട്. കിണറായിട്ടും കുളമായിട്ടും നദികളായിട്ടും തടാകങ്ങളായിട്ടും അങ്ങനെ കുറേ ജലസ്രോതസ്സുകളുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് പ്രധാനമായിട്ടും ജലം കാണപ്പെടുന്നതിൽ. അതിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ദ്രാവക അവസ്ഥയിലാണ്, നമുക്കറിയാം. അതുപോലെ ഖരം കാണപ്പെടുന്നത് എന്താണ്, ഐസായിട്ടാണ് കാണുക. അതുപോലെ വാതകം നീരാവിയായിട്ടും. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദ്രാവക അവസ്ഥയിലാണ് ജലം വരുന്നത്. ഓക്കെ, ജലം ഒരു സാർവത്രിക ലായകമാണ്, യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. എന്താണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പദാർത്ഥങ്ങളെയും ലയിപ്പിക്കാൻ ശേഷിയുള്ള ദ്രാവകത്തെയാണ് നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. ജലം എന്താണ്, ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. ശുദ്ധജലം എന്ന് പറയുന്നത് ഒരു നിർവീര്യ ലായകമാണ്, ന്യൂട്രൽ സോൾവെന്റ് ആണ്. അതിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. എന്താണ് ഈ pH വാല്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പദാർത്ഥത്തിന് അസിഡിക് സ്വഭാവമാണോ അല്ലെങ്കിൽ ബേസിക് സ്വഭാവമാണോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അളവാണ് pH എന്ന് പറയുന്നത്. pH വാല്യൂ 7ന്റെ അടിയിലാണെങ്കിൽ അത് അസിഡിക് സ്വഭാവവും 7ന്റെ മുകളിലാണെങ്കിൽ അത് ബേസിക് സ്വഭാവമാണ് കാണിക്കുക. ശുദ്ധജലത്തിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സോ ഇറ്റ്സ് എ ന്യൂട്രൽ സോൾവെന്റ്, നിർവീര്യ ലായകമാണ്. H2O എന്നതാണ് ജലത്തിന്റെ രാസസൂത്രവാക്യം എന്ന് പറയുന്നത്. അതായത് 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഒരു വാട്ടർ മോളിക്യൂൾ രൂപപ്പെടുന്നത്. നമുക്കറിയാം, ജലം എന്ന് പറയുന്നത് എന്താണ്, ഒരു സംയുക്തമാണ്, ഒരു കോമ്പൗണ്ടാണ്. അതിനെ ഘടകങ്ങളാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുത ധാര ഉപയോഗിച്ച് ഒരു സംയുക്തത്തെ അതിന്റെ ഘടകങ്ങളായി വേർതിരിക്കുന്ന പ്രക്രിയയാണിത്. ജലത്തിലൂടെ വൈദ്യുതധാര കടത്തിവിടുമ്പോൾ ജലം അതിന്റെ ഘടകങ്ങളായ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളായിട്ട് വേർപിരിക്കുന്നു. ഹെൻറി കാവൻഡിഷ് ആണ് ജലം ഒരു സംയുക്തം, കോമ്പൗണ്ട് ആണെന്ന് തെളിയിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ ചോദിച്ചു വരാറുണ്ട്. ആ പേരൊന്ന് ഓർത്ത് വെക്കണേ. നമ്മുടെ ഭൂമിയിൽ 71% വെള്ളമാണ്. എന്ന് വെച്ചാൽ ഭൂമിയിൽ ഏകദേശം 3/4 എന്താണ്, വെള്ളം കൊണ്ട് നിറഞ്ഞതാണ്. ഈ വെള്ളത്തിൽ തന്നെ 97% സമുദ്രമാണ്, എന്നുവെച്ചാൽ കടലാണ്. അതിന് ഉപ്പ് രസമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ഒരു ചോദ്യം വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് സമുദ്രജലത്തിന് അല്ലെങ്കിൽ കടലിൽ ഉപ്പ് രസം വരാൻ കാരണം എന്താണെന്നുള്ള കാരണം എന്നൊക്കെ ചോദിക്കാം. എന്താണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ സംയുക്തം സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ആ ഉപ്പ് രസം വരുന്നത്. ഇത് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ ശേഷിക്കുന്നത് 3% മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലം എന്ന് പറയുന്നുള്ളൂ. ഈ 3% ശുദ്ധജലത്തിന്റെ 3/4 എവിടെയാണ്, മഞ്ഞുമലകളിലും ഹിമാനികളിലുമാണ് ഉള്ളത്. ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം എന്ന് പറയുന്നത് മഴവെള്ളമാണ്. ഭൂമിയിലെ സ്രോതസ്സുകളിലെ വിവിധ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന്റെ അളവുകൾ നമുക്ക് നോക്കാം. സമുദ്രത്തിലാണ് 97%, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബാക്കി വരുന്ന 3%-ൽ 3/4 ഹിമാനികളിലോ ഹിമപ്പാളികളിലോ ആണ്, 2.4 അതിലാണ് വരുന്നത്. പിന്നെ 1.6% ഭൂഗർഭ ജലമായിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളൂ. ബാക്കി 0.6 ആണ് നദീ തടാകങ്ങളിൽ വരുന്നത്. പിന്നെ ശേഷിക്കുന്ന 0.001% മാത്രമാണ് അന്തരീക്ഷ നീരാവിയായിട്ടും മേഘങ്ങളായിട്ടും വർഷപാതമായിട്ടും ഒക്കെ നിലനിൽക്കുന്നത്. സോ ജലത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.